ശ്രീനഗറിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് 9 പേർ കൊല്ലപ്പെട്ടു. ഫരീദാബാദ് ഭീകര സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. സംഭവത്തിന് പിന്നിൽ ഭീകരവാദ ബന്ധമില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ജമ്മുകശ്മീർ DGPയും അറിയിച്ചിട്ടുണ്ട്. ശ്രീനഗറിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ വൻ സ്ഫോടനമുണ്ടായത് രാത്രി 11:20 സ്റ്റേഷൻ വളപ്പിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. 15 കിലോമീറ്റർ അകലെ വരെ പ്രകമ്പനം അനുഭവപ്പെട്ടു. 500 മീറ്റർ ദൂരെ വരെ മൃതദേഹങ്ങൾ ചിതറിത്തെറിച്ചു. ഭൂകമ്പം പോലെയാണ് സ്ഫോടനം അനുഭവപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ കെട്ടിടം പൂർണ്ണമായി തകർന്നു. 7 വാഹനങ്ങൾ കത്തി നശിച്ചു. 11:22 पे धमाका हुआ, बहुत जोरदार धमाका हुआ। ठीक हो गया, धमाका हुआ, हम लोग पहले डर गए। 15-20 मिनट तो समझने में लगे ये है क्या, एयर बर्स्ट है या कुछ फटा है, क्या हुआ है, जलजला है, सबने मुख्तलिफ बनाए थे। लेकिन तब पता चला जब लोग निकले बाहर, औरतें बाहर निकली रोते धोते, तब पता चला कि ये ऐसा हुआ है, थाने में कुछ हुआ है। കൊല്ലപ്പെട്ടവരിൽ കൂടുതലും ഫോറൻസിക് ഉദ്യോഗസ്ഥരാണ്. പരിക്കേറ്റ 32 പേരിൽ 27 പോലീസുകാരും 3 നാട്ടുകാരും ഉൾപ്പെടുന്നു. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ ഫരീദാബാദ് വൈറ്റ് കോളർ ഭീകര സംഘത്തിനെതിരായ അന്വേഷണത്തിലെ നിർണായക കേന്ദ്രമാണ് നൌഗാം പോലീസ് സ്റ്റേഷൻ. ഫരീദാബാദിൽ പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ ഇവിടെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. സ്ഫോടനത്തിന് പിന്നിൽ ഭീകരവാദ ബന്ധമില്ലെന്ന് ജമ്മുകശ്മീർ പോലീസും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അറിയിച്ചു. അതേസമയം സംഭവം വിശദമായി തന്നെ അന്വേഷിക്കും. The cause for this unfortunate incident is being inquired into. J&K Police stands in solidarity with the families of the deceased in this hour of grief. The cause of the accident is being investigated. However, any other speculation into the cause of these incidents are unnecessary. The government stands in solidarity. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജമ്മുകാശ്മീർ പോലീസിനോട് റിപ്പോർട്ട് തേടി. നൌഗാമിനും ശ്രീനഗറിനും ഇടയിലാണ് സുരക്ഷാ സേനയെ ഭീഷണിപ്പെടുത്തിയും ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിച്ചുമുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ അന്വേഷണമാണ് ഫരീദാബാദിലെ അൽ ഫലാഖ് സർവകലാശാലയിലെ ഡോക്ടർമാരിലേക്ക് എത്തിയത്. ജനം, ഡൽഹി.